ഒരു രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഇത്രയും വലിയ ക്രമക്കേട് നടത്തിയിട്ടും നടന്നുവെന്ന് തെളിഞ്ഞിട്ടും പാർലമെന്റിൽ കണ്ണടച്ച് ഇരട്ടാക്കുകയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. രാജ്യത്തെ പരീക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും താളം തെറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ആരോപിച്ചപ്പോൾ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിന് തെളിവില്ല എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി. കണ്ണടച്ച് പാല് കുടിക്കുമ്പോൾ പൂച്ചയ്ക്കൊരു വിചാരമുണ്ട്, ചുറ്റുമുള്ളവരൊന്നും ഇത് കാണുന്നില്ല എന്ന്. അതേ വഴിവെട്ടി തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെയും കടന്നുവരവ്. നീറ്റ് വിവാദം പുകയുമ്പോൾ കഴിഞ്ഞ 7 വർഷത്തിനിടെ ചോദ്യപേപ്പർ ചോർന്നതിന് ഒരു തെളിവും ഇല്ല എന്നാണ് ചോദ്യോത്തരവേളയിൽ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതിരോധം ഉയർത്തിയത്. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഓർമ്മയില്ലെങ്കിലും അങ്ങയുടെ അറിവിനായി കുറച്ച് തെളിവുകൾ ഇവിടെ നിരത്തുകയാണ്. കഴിഞ്ഞ ജൂലൈ 11 നീറ്റ് ക്രമക്കേട് വിഷയത്തിൽ അറസ്റ്റ് ചെയ്ത റോക്കി എന്ന ആൾ ഉൾപ്പെടെ ഇതുവരെ ഈ വിഷയത്തിൽ CBI അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 33 ഇതുകൂടാതെ ഇതേ വിഷയത്തിൽ ബീഹാറിൽ നിന്നും അറസ്റ്റിലായ അനുരാഗ് യാദവ്, നിതീഷ് കുമാർ, അമിത് ആനന്ദ്, സിക്കർ യാദേവേന്ദു എന്നിവർ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി. ചോദ്യപേപ്പർ കിട്ടുവാനായി 40 ലക്ഷം രൂപ ഏജൻസി ചോദിച്ചുവെന്നും പരീക്ഷയുടെ തലേ ദിവസം ചോദ്യപേപ്പറും ഉത്തരങ്ങളും കിട്ടിയതിരുന്നതായും അവർ മൊഴി നൽകി. നേരത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് 13 പേരെ അറസ്റ്റ് ചെയ്തുവെങ്കിലും ഇവർക്കെല്ലാം ബന്ധുക്കൾ വഴിയാണ് ചോദ്യപേപ്പർ കിട്ടിയതെന്ന് തെളിഞ്ഞിരുന്നു. കൂടാതെ ക്രമക്കേട് നടത്തുവാൻ സഹായിച്ചവർക്ക് നൽകിയെന്ന് സംശയിക്കുന്ന 6 ചെക്കുകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അലക്കി വെളുപ്പിച്ച നീറ്റ് കുപ്പായത്തിൽ മറ്റൊന്നു കൂടി ചേർക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അലക്കി വെളുപ്പിച്ച നീറ്റ് കുപ്പായത്തിൽ മറ്റൊന്നു കൂടി ചേർക്കുകയാണ്. നീറ്റ് UGC പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നെന്ന് കേന്ദ്രത്തോട് ബീഹാർ സർക്കാർ വ്യക്തമാക്കിയിരുന്നതാണത്. അതുമാത്രവുമല്ല, കത്തിച്ചു കളഞ്ഞ നിലയിൽ കണ്ടെത്തിയ ഫോട്ടോ കോപ്പിയിൽ നിന്നുമുള്ള 68 ചോദ്യങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകിയ യഥാർത്ഥ പരീക്ഷാ പേപ്പറിൽ നിന്നുമുള്ള ചോദ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതായും സംസ്ഥാനത്തെ സാമ്പത്തിക കുറ്റകൃത്യ യൂണിറ്റ് കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിൽ കത്തിച്ച കടലാസ് കഷ്ണങ്ങൾ കണ്ടെത്തിയതായും EOU വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് റിപ്പോർട്ട് അയച്ചതുമാണ്. ഇതൊന്നും വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന ഭാവം. 68 ചോദ്യങ്ങൾ ഒറിജിനലിന് സമാനമാണെന്നതിന് പുറമെ കത്തിച്ച സ്ക്രാപ്പുകളിലെയും ഒറിജിനൽ പേപ്പറിലെയും ഈ ചോദ്യങ്ങളുടെ സീരിയൽ നമ്പറുകളും സമാനമാണ് എന്നതാണ് പേപ്പർ ചോർച്ച നടന്നിട്ടുണ്ടെന്ന ബീഹാറിന്റെ വാദത്തിന് മൂർച്ച കൂട്ടിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം CBIക്ക് കൈമാറുകയായിരുന്നു. പിന്നീട് പിടിയിലായ മുഖ്യ സൂത്രധാരൻ വരെ CBI ഒരുക്കിയ വലയിൽ വീണവരാണ്. ഈ വിഷയത്തിൽ CBI എത്തിയ നിഗമനം ഇപ്രകാരമാണ്: പരീക്ഷാ പേപ്പർ ചോർന്ന വിഷയം വ്യക്തമായിരുന്നിട്ടും സ്കൂൾ അധികൃതർ ഇക്കാര്യം സമയത്ത് NTA അറിയിച്ചിരുന്നില്ല. ഈ വിവരം അറിഞ്ഞ ശേഷം NTAയും തെളിവുകൾ മറച്ചുവെച്ചു എന്നാണ് CBI നൽകിയ റിപ്പോർട്ടിൽ വിശദമായി പറയുന്നത്. വിഷയം സുപ്രീം കോടതിയിലെത്തിയപ്പോൾ സുപ്രീം കോടതിയുടെ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ ബബ്ബബ്ബ അടിക്കുന്ന കേന്ദ്രത്തിന്റെ വക്കീലിനെയും നമ്മൾ കണ്ടു. ചോദ്യപേപ്പർ തിരിമറി നടന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ആരോപണങ്ങൾ. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പരീക്ഷാ ക്രമക്കേടുകളെ സംബന്ധിച്ചും കോടതി NTAയോടും കേന്ദ്രത്തോടും വ്യക്തമായ വിശദീകരണം തേടി. ഇത്രയും നടന്നിട്ടും തെളിവുകളും കുറ്റസമ്മതവും വരെ നടന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന ആവശ്യം തന്നെയാണ് പ്രതിപക്ഷത്തോടൊപ്പം ജനങ്ങൾക്കും പറയാനുള്ളത്.